ഹലോ എവരി വൺ. 10th സ്റ്റാൻഡേർഡിലെ പുതിയ സിലബസ് പ്രകാരമുള്ള 5ാമത്തെ ചാപ്റ്റർ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ്. ഇവിടെ HTML എന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഒരു വെബ് പേജ് എത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമുക്കിവിടെ നമ്മുടെ ഫയലിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10ൽ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇതിൽ വൺ പ്രൊഡക്റ്റ് ബേസിക് എന്ന ഒരു ഫയലും വൺ പ്രൊഡക്റ്റ് ഡിസൈൻഡ് എന്ന ഫയലും രണ്ട് HTML ഫയൽസ് നമുക്ക് കാണാം. .html എന്ന് കൊടുത്തിട്ടുള്ള രണ്ട് ഡിസൈൻ ചെയ്ത് വെച്ച ഫയൽസ് നമുക്ക് കാണാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ആൻഡ് ഓപ്പൺ ഇറ്റ്. ഈ രണ്ട് ഫയൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. കണ്ടോ, വൺ പ്രൊഡക്റ്റ് ബേസിക് എന്ന ഫയൽ ഓപ്പൺ ചെയ്തതാണ് ഈ കാണുന്നത്. കണ്ടൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ബട്ട് ഇത് അത്ര അട്രാക്റ്റീവ് അല്ല അല്ലേ, ജസ്റ്റ് കണ്ടന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി വൺ പ്രൊഡക്റ്റ് ഡിസൈൻഡ് എന്ന ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഓർഗനൈസ്ഡ് ആണ്, കണ്ടന്റ് ഓർഗനൈസ്ഡ് ആണ്, കളർ നൽകിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ രണ്ട് ഫയൽസ് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സ്റ്റൈൽസ് ഇൻക്ലൂഡഡ് അല്ല, രണ്ടാമത്തേത് സ്റ്റൈൽസ് ഇൻക്ലൂഡഡ് ആണ്. ഇത് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നിയത് രണ്ടാമത്തെ ഫയലാണ് അല്ലേ, അതിൽ നമ്മൾ സ്റ്റൈൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം. സോഴ്സ് കോഡ് എടുക്കുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കണ്ടിട്ടില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ലഭിക്കുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഇതിൽ H2 എന്നത് ഹെഡിങ് കൊടുക്കാനുള്ള ടാഗാണ്. ക്ലോസ് ചെയ്തിട്ടുണ്ട് ടാഗ്. ഏതൊരു ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ div എന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് പല ഡിവിഷൻസ് ആക്കിയിട്ട് ഒരു കോഡിനെ മാറ്റാൻ വേണ്ടിയാണ്. ഒരു HTML കോഡ് ഡിവിഷൻസ് ആക്കിയിട്ട് തിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് div. പിന്നെ H1 മുതൽ H6 വരെയാണ് നമുക്ക് ഹെഡിങ് ടാഗുകൾ ഉള്ളത്. H2A എന്ന ഹെഡിങ്ങിനേക്കാൾ അല്പം ചെറിയ ഒരു ഹെഡിങ് നമുക്ക് H3യിൽ ലഭിക്കുന്നതാണ്. ദെൻ IMG എന്നത് ഒരു ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗാണ്, അതായത് ഇതിനെ empty ടാഗ് എന്നാണ് വിളിക്കുന്നത്. IMG ടാഗിന് ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. ബട്ട് ഇവിടെ H2 ടാഗും div ടാഗും H3 ടാഗും എല്ലാം നമ്മൾ ക്ലോസിംഗ് ടാഗിനകത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ IMG SRC എന്നത് അതിൻ്റെ സോഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഏതാണോ ഇമേജ് അതിൻ്റെ പേരാണ് ഈ കൊടുത്തിട്ടുള്ളത്, source.png. P എന്നുള്ളത് പാരഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ്. ഇവിടെ BR എന്ന ടാഗ് കാണാം, അത് ലൈൻ ബ്രേക്ക് ആണ്. എൻ്റർ അടിച്ച് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയാണ് BR എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ കണ്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. അതിലുള്ള എല്ലാ ടാഗിനകത്തും നമ്മൾ സ്റ്റൈൽ എന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സ്റ്റൈൽ. കളർ, ഒരു കളർ കോഡ് നൽകിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ സ്റ്റൈല് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അട്രാക്റ്റീവ് മോഡിലേക്ക് കിട്ടുന്നത്. ഓക്കെ, H2 എന്ന ഹെഡിങ്, അതായത് ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്ന ഹെഡിങ്ങിന് നമുക്ക് എന്ത് വേണം, സ്റ്റൈൽസ് കൊടുക്കണം. ഈ സ്റ്റൈൽ എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ടാണ്. ഇത് H2 എന്നത് ടാഗും സ്റ്റൈൽ എന്നത് ആട്രിബ്യൂട്ടുമാണ്. ആട്രിബ്യൂട്ട് ഒരു ടാഗിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്.
ഇവിടെ നമ്മൾ IMG SRC എന്നതൊരു ആട്രിബ്യൂട്ടാണ്, അതുപോലെ ഒരു ആട്രിബ്യൂട്ടായിട്ടാണ് ഇവിടെ സ്റ്റൈൽ ഉപയോഗിച്ചത്. ഓക്കെ, ഈ സ്റ്റൈൽ എന്നതിന് നമ്മൾ കളർ എന്ന് കൊടുക്കുന്നത് അതിൻ്റെ ഏതാണ് പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്, എന്താണ് ഈ കളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ഫുൾ കോളൻ കൊടുത്തിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കളറിന്റെ വാല്യൂ ഏതാണ് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ വാല്യൂ എന്നാണ് പറയുക. ഇത് ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കോഡിന് പകരം കളറും ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ്, ബ്ലൂ അങ്ങനെ എഴുതി കൊടുത്താലും വർക്ക് ചെയ്യുന്നതാണ്. ദെൻ സെമി കോളൻ, അതായത് ഈ ഒരു കംപ്ലീറ്റ് സ്റ്റൈൽ ഡിക്ലറേഷൻ എന്നാണ് ഇതിനെ കംപ്ലീറ്റ് പറയാ. സ്റ്റൈൽ ഡിക്ലറേഷന്റെ ക്ലോസിംഗ് ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, സെമി കോളൻ ആഡ് ചെയ്യും. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ സ്റ്റൈൽസ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറയുന്ന ഒരു രീതിയെയാണ് ഇൻലൈൻ CSS അല്ലെങ്കിൽ ഇൻലൈൻ കസ്കേഡിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ടാഗിനകത്ത് സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഇൻലൈൻ കസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻലൈൻ കസ്കേഡിംഗ് സ്റ്റൈൽ രൂപത്തിലേക്ക് ഇതിൻ്റെ സ്റ്റൈലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൊടുത്ത സ്റ്റൈൽസ് ആണ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അത് വെബ് ബ്രൗസറിൽ ഓപ്പൺ ആകുന്നതാണ്. അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോഡ് എടുത്തതാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്തത്. ആ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് കളറും സ്റ്റൈലിൽ കൊടുത്ത കളേഴ്സും എല്ലാമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതില് ഇനി നമുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കണ്ടന്റിനെ നമുക്ക് 2 പ്രോഡക്ട്സിനുള്ള ഒരു കണ്ടന്റ് ആക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് സോപ്പ് എന്ന ഒരൊറ്റ ഐറ്റത്തിന്റെ ഡിസ്പ്ലേ ആണ് കാണുന്നത് അല്ലേ. അതിന് പകരം നമുക്ക് നോട്ട് ബുക്സും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി നമുക്കിതിൽ ചെറിയൊരു എഡിറ്റിംഗ് വരുത്താം. ആദ്യം ഇതേ കണ്ടന്റാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്റ്റൈലിലൊന്നും തന്നെ മാറ്റമില്ല. അതുകൊണ്ട് ഇത്രയും ഭാഗം കംപ്ലീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് കോപ്പി അല്ലെങ്കിൽ Ctrl+C, എന്നിട്ട് എൻ്റർ അടിച്ച് നമ്മുടെ അതേ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്. ഇത് സെയിം കോപ്പി പേസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നോക്കാം. ഇതിൽ ഒരു ഹെഡിങ്ങിൻ്റെ നമുക്ക് ആവശ്യമില്ല. ആ div മുതൽ നമ്മൾ കോപ്പി ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ വീണ്ടും ഹെഡിങ് കൊടുക്കേണ്ടതില്ല, അത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു div ഇവിടെ ഓപ്പൺ ആയി. ആ div ക്ലോസ് ചെയ്തു. പുതിയ ഒരു div നമ്മളിവിടെ തുടങ്ങി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിലും അലൈൻമെൻറ്റിലും ഒന്നും തന്നെ മാറ്റമില്ല. ഇവിടെ നമുക്ക് ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്നുള്ളത് ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്സ് എന്നാക്കി മാറ്റുക. നോട്ട്ബുക്സ് എന്നും ഇവിടെ ഇമേജ് സോപ്പിൻ്റെ ഇമേജാണ് നമ്മളിവിടെ കൊടുത്തത്. അതിന് പകരം നോട്ട്ബുക്സ് എന്ന ഇമേജ് കൊടുക്കുക. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇമേജ് നമ്മുടെ ഈ ഫയൽ ഏത് ഫോൾഡറിലുണ്ടോ അതേ ഫോൾഡറിൽ തന്നെ ആ ഇമേജ് ഉണ്ടായിരിക്കണം. സോപ്സ് എന്ന ഇമേജ് അവിടെ ഉണ്ടാവണം. അതുപോലെ നോട്ട് ബുക്സ് എന്ന ഇമേജ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമ്മളിവിടെ ഇമേജ് IMG SRC എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു ഇമേജിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവുകയുള്ളൂ. അത് നമ്മുടെ ഫോൾഡറിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ദെൻ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. എന്ത് മാറ്റമാണ് വരുത്തുന്നത് അതിൽ മാത്രം നമ്മൾ എഡിറ്റ് ചെയ്താൽ മതിയാകും.
അവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് notebooks with the hand-drawn covers by our talented design students എന്ന് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി. പ്രൈസ് 40 എന്നുള്ളിടത്ത് മാറ്റിയിട്ട് 45 എന്ന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് ഇവിടെ സേവ് എന്ന് കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ ഫയൽ നഷ്ടപ്പെടുകയും പുതിയത് സേവ് ആവുകയുമാണ് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ ഈ ഡോട്ടിൽ പോയി സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനെ പുതിയ ഒരു ഫയലാക്കിയിട്ട് വേണം നമുക്ക് സേവ് ചെയ്യാൻ. അപ്പോൾ 1 പ്രോഡക്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് 2 പ്രോഡക്റ്റ് .html എന്നുള്ള രൂപത്തിൽ നമുക്കതിനെ സേവ് ചെയ്യണം. 2 products .html എന്നത് ഒഴിവാക്കരുത്. അത് നമ്മുടെ ക്ലാസ് 10 വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 products.html എന്ന ഫയൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമേജ് വന്നിട്ടില്ല, ഒന്ന് നോക്കാം. നോട്ട്ബുക്സ്, ഇതാണ് നമ്മുടെ ഇമേജിൻ്റെ പേര്. notebooks.jpg എന്നതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. notebooks.png ആണ്. ഓക്കെ, അതാണ് വ്യത്യാസം. notebooks.jpg എന്നാക്കി കൊടുക്കുക. ഇതിനെ ഒന്നുകൂടെ സേവ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് ആ പിക്ചറും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമേജിൻ്റെ പേര് സ്പെല്ലിങ്ങും മാറാൻ പാടില്ല. പിന്നെ നമ്മുടെ ഇമേജ് നമ്മുടെ ഫോൾഡറിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റം വരുത്തണം എന്നതാണ് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി. സ്റ്റൈൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഒരു 2 products എന്നുള്ളതിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. Okay, thank you.